ഇന്നത്തെ നമ്മുടെ സൊസൈറ്റിയിൽ വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എപ്പിഡമിക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഒബേസിറ്റി അല്ലെങ്കിൽ ഓവർ വെയ്റ്റ്. ഇത് കുട്ടികളിലും മുതിർന്നവരിലും ഒരേപോലെ കാണുന്നുണ്ട്. ഇപ്പോൾ പണ്ട് വെസ്റ്റേൺ കൺട്രീസ് പോലത്തെ UK-ലും അമേരിക്കയിലായിരുന്നു ഈ പ്രോബ്ലം എങ്കിൽ ഇപ്പം ഇന്ത്യയിലും അത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് എത്ര കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഇന്ത്യയിൽ ഒബേസിറ്റി? അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം ഒരു വർദ്ധിച്ചു വരുന്ന വലിയൊരു പ്രോബ്ലമാണ്, ഒരു സൈലൻറ്റ് എപ്പിഡമിക്കാണ്. ഈ അടുത്ത കാലത്ത് ഈ യൂണിസെഫിൻ്റെ ചിൽഡ്രൻസ് റിപ്പോർട്ട് 2025 അവർ കണക്ക് കൂട്ടിയത് കുട്ടികളിലും അഡോളസൻസിലും ഏകദേശം 27 മില്യൺ കിഡ്സ് ഇൻ ഇന്ത്യ വിൽ ബി അഫക്റ്റഡ് ബിക്കോസ് ഓഫ് ഓവർ വെയ്റ്റ് ഒബീസിറ്റി ബൈ 2030 എന്ന് വെച്ചാൽ ഏകദേശം ഗ്ലോബൽ ബർഡൻ്റെ 11%. അതൊരു ഹ്യൂജ് നമ്പറാണ്. അതുപോലെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയിലൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത് അഡൽട്ട്സ് ആയിട്ടുള്ള ആണുങ്ങളിലും ഫീമെയിൽസിലും ഒബീസിറ്റിയുടെ ഇൻസിഡൻസ് ഏകദേശം 60% മുതൽ 90% വരെ കൂടിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സൊസൈറ്റിയിൽ ഇന്ന് കാണുന്ന പല ജീവിതശൈലി രോഗങ്ങളുടെയും പുറകിൽ അത് പ്രമേഹമാവാം, രക്തസമ്മർദ്ദമാവാം, അമിതമായ കൊളസ്ട്രോൾ ലെവൽസ് ആവാം, ഹൃദ്രോഗമാവാം, വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാവാം, ലിവർ ഫൈബ്രോസിസ്, സിറോസ്, ഇതിൻ്റെ എല്ലാം പുറകിൽ അടിസ്ഥാനപരമായി അമിതമായ വണ്ണം അല്ലെങ്കിൽ ഒബീസിറ്റി തന്നെയാണ്. തീർച്ചയായിട്ടും ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് ഇന്ത്യയിലും ആഗോളമായും. അപ്പം നമ്മൾ ഈ വെസ്റ്റേൺ കൺട്രിയിൽ ഒരു ഒബേസിറ്റി ഉള്ള ഒരാളെയും ഇന്ത്യയിലെ ഒബേസിറ്റി ഉള്ള ആളെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആർക്കാണ് കൂടുതൽ റിസ്ക് ഉള്ളത്? ഇന്ത്യൻ ആയിട്ടുള്ള ഒബേസ് ആൾക്കാണോ അതോ ഒരു ഫോറിനറിനാണോ? തീർച്ചയായിട്ടും ഇതൊരു രസകരമായ ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരവും വളരെ എനിക്ക് തോന്നുന്ന പ്രേക്ഷകർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഒരു വെസ്റ്റേൺ പേഴ്സൺ തടി വയ്ക്കുന്നതും ഒരു ഇന്ത്യൻ ഡിസെൻ്റ് ഉള്ള വ്യക്തി എന്ന് വെച്ചാൽ സൗത്ത് ഏഷ്യൻ ഡിസെൻ്റ് ഉള്ളൊരു വ്യക്തി തടി വയ്ക്കുന്നതും തമ്മിൽ മെറ്റബോളിക്കായിട്ട് വലിയൊരു ഡിഫറൻസ് ഉണ്ട്. അതിനെക്കുറിച്ചൊരു പഠനം നടന്നിട്ടുണ്ട്. ഗ്ലാസ് വീഗാസ് സ്റ്റഡി എന്ന് പറയുന്ന ഗ്ലാസ്ഗോയിൽ, യൂണിവേഴ്സിറ്റി ഓഫ് ഗ്ലാസ്ഗോയിൽ നടന്നിരിക്കുന്ന, UK-യിൽ നടന്നിരിക്കുന്ന ഒരു പഠനമാണ്. അവർ 14 ഇന്ത്യൻ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ ഡിസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയും ചൂസ് ചെയ്തു, 14 സായിപ്പുമാരെയും ചൂസ് ചെയ്തു. എന്നിട്ട് ഇവർക്ക് രണ്ടുപേർക്കും അമിതമായ രീതിയിൽ ഫുഡ് എടുക്കാനായിട്ട് അവർ രണ്ടുപേരോടും പറഞ്ഞു. അവർ രണ്ടുപേരും ഒരേപോലെ തന്നെ തടി വെച്ചു. തടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ ഈ ഫാറ്റ് എവിടെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഈ രണ്ട് കൂട്ടരിലും പഠിച്ചു. അപ്പോൾ വെസ്റ്റേൺ പോപ്പുലേഷനിൽ എന്ന് വെച്ചാൽ കൊക്കേഷ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ കൊളോക്കിയലായിട്ട് നമ്മൾ പറയുമ്പോൾ സായിപ്പുമാരിൽ തടി വയ്ക്കുമ്പോൾ അത് കൂടുതലും സ്കിന്നിൻ്റെ അടിയിലുള്ള ഫാറ്റായിട്ടാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, സബ്ക്യൂട്ടേനിയസ് ഫാറ്റായിട്ടാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതേസമയം സൗത്ത് ഏഷ്യൻ ഡിസെൻ്റ് ഉള്ള ആൾക്കാരിൽ ഈ ഫാറ്റ് സ്കിന്നിൻ്റെ അടിയിലല്ല പോകുന്നത്, കൂടുതലും പോകുന്നത് വിസറൽ ഫാറ്റായിട്ടാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഓർഗൻസിന് ചുറ്റും, ഇൻഡസ്റ്റൈനിന് ചുറ്റും, നമ്മുടെ മസിലിൻ്റെ അകത്തും ലിവറിൻ്റെ അകത്തും ഒക്കെയാണ് ആദ്യം പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രഥമ ദൃഷ്ട്യാ നോക്കുമ്പോൾ ഏകദേശം രണ്ടുപേരും ഒരേപോലെ തടി വെച്ചെങ്കിലും വിസറൽ ഫാറ്റ് കൂടുതൽ ഈ സൗത്ത് ഏഷ്യൻ ഡിസെൻറ്റിലുള്ളവർക്കാണ്. അതുകൊണ്ട് ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ വിസറൽ ഫാറ്റാണ് ശരിക്കും പ്രശ്നക്കാരൻ. അനാവശ്യമായിട്ടുള്ള സൈറ്റോകൈൻസും കെമിക്കൽസും പ്രൊഡ്യൂസ് ചെയ്ത് ക്രോണിക് ഇൻഫ്ലമേഷൻ നമ്മുടെ ശരീരത്തിലുണ്ടാക്കി ഹൃദ്രോഗം വരാനായിട്ടുള്ള സാധ്യത, പ്രമേഹം വരാനായിട്ടുള്ള സാധ്യത, ലിവറിനെ ബാധിക്കാനുള്ള സാധ്യത, രക്തസമ്മർദ്ദം കൊണ്ടുവരാനുള്ള സാധ്യത, ഇതെല്ലാം വിസറൽ ഫാറ്റ് ഉള്ളവർക്കാണ് റിസ്ക് കൂടുതൽ. അതുകൊണ്ടാണ് സൗത്ത് ഏഷ്യൻ ഡിസെൻറ്റിലുള്ളവർക്ക് മെറ്റബോളിക് കോംപ്രമൈസ് ഫാറ്റിൻ്റെ സെയിം ലെവലാണെങ്കിൽ പോലും വെസ്റ്റേൺ പോപ്പുലേഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് റിസ്കുകൾ കൂടുതലാണെന്നും അതുകൊണ്ട് അവർ വെസ്റ്റേൺ പോപ്പുലേഷന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടാർഗറ്റ്സ് നമ്മുടെ പോപ്പുലേഷനെ സംബന്ധിച്ചിടത്തോളം അത് പോരാ, അതിനേക്കാളും ലോവർ ടാർഗറ്റ്സിൽ നമ്മൾ ഇൻ്റർവീൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട്സ് നമുക്ക് കിട്ടില്ല എന്ന് ഇന്ത്യൻ പ്രൊഫഷണൽ ഏജൻസീസ് അഡ്വൈസ് ചെയ്യുന്നതും അതുകൊണ്ടാണ് നമ്മുടെ ആൾക്കാർ പലപ്പോഴും പ്രമേഹ രോഗികളാകുമ്പോഴും അവർക്ക് അമിതമായ തടി നമ്മൾ നോക്കിയാൽ പ്രഥമ ദൃഷ്ട്യാ നമുക്കത് കാണാൻ പറ്റില്ല. പലപ്പോഴും ഈ വിസറൽ ഫാറ്റ് അല്ലെങ്കിൽ വിസറൽ ഒബീസിറ്റി സൗത്ത് ഏഷ്യൻ ഡിസെൻറ്റിലുള്ളവർക്ക് പെട്ടെന്നുണ്ടാവാനും അത് കൂടുതലുണ്ടാവാനും വെസ്റ്റേൺ പോപ്പുലേഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻ്റ് ആണ്. ആ അർത്ഥത്തിൽ ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ടാർഗറ്റ്സ് ആണ് നമുക്കും വെസ്റ്റേണേഴ്സിന് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വിസറൽ ഫാറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ, അത് വിസറൽ ഫാറ്റ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനോ അളക്കാനോ സാധിക്കുമോ? അതിനുള്ള മാർഗം അല്ലെങ്കിൽ ടെസ്റ്റ് എന്താണ്? അപ്പോൾ ഈ വിസറൽ ഫാറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇതിന് നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, കാരണം അതിൽ നമുക്കത് കറക്റ്റായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിന് ഏറ്റവും പ്രധാനം ശരിക്കും നമ്മുടെ വേസ്റ്റ് സർക്കംഫറൻസ് ആണ്. വേസ്റ്റ് സർക്കംഫറൻസ് കൂടുന്ന ആൾക്കാർക്ക് നമുക്ക് വിസറൽ ഫാറ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ആണുങ്ങളിൽ
ഹൈ റിസ്ക് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് സർക്കംഫറൻസ് മോർ ദാൻ 90 സെൻറ്റിമീറ്റേഴ്സ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 34 ഇഞ്ച് എന്നാണ് നമ്മൾ പറയുന്ന ഹൈ റിസ്ക്. വിമനിൽ ഇറ്റ് ഈസ് 32 ഇഞ്ചസ് അല്ലെങ്കിൽ 80 സെൻറ്റിമീറ്റേഴ്സ്. പക്ഷേ ഇൻ്റർവീൻ ചെയ്യുന്നത് ഇതിന് മുമ്പേ നമ്മൾ ഇൻ്റർവീൻ ചെയ്യണം. കാരണം നമ്മൾ ഹൈ റിസ്ക് എത്തുന്നത് വരെ നമ്മൾ 3 നേരം ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്ന് നമ്മൾ തടി വെച്ചുകൊണ്ടിരിക്കുന്നു, വിസറൽ ഫാറ്റ് കൂടുതൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഈ 90 സെൻറ്റിമീറ്റർ എത്തുമ്പോൾ മാത്രം നമ്മൾ ചാടി ആക്ഷൻ എടുത്തിട്ട് കാര്യമില്ല. സോ ആക്ഷൻ ലെവൽസ് ഇതിനേക്കാളും താഴെയായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ ടോക്സിലെല്ലാം ഒരു സിമ്പിൾ വാല്യൂ പറയുന്നത്. വേസ്റ്റ് സർക്കംഫറൻസ് എല്ലാവരും മെൻ ആൻഡ് വിമൻ ഐഡിയൽ സിറ്റുവേഷൻ ലെസ് ദാൻ 80 സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ 32 ഇഞ്ച്. ഇത് പറയുമ്പോൾ പലപ്പോഴും നമ്മളെപ്പോഴും ഒരു പബ്ലിക് ഹെൽത്ത് മെസ്സേജ് കൊടുക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് കൊടുക്കാൻ തോന്നും. അപ്പോൾ ഇതിന് കൂടുതൽ കോംപ്ലക്സിറ്റീസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, ഞാൻ 6 അടി പൊക്കമുണ്ട്, അപ്പോൾ എൻ്റെ വേസ്റ്റ് സർക്കംഫറൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് 32 താഴെ തന്നെ വേണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേസ്റ്റ് ഹൈറ്റ് റേഷ്യോ നോക്കാം. വേസ്റ്റിൻ്റെ സർക്കംഫറൻസ് സെൻറ്റിമീറ്റേഴ്സിൽ പറയുക, ഹൈറ്റ് സെൻറ്റിമീറ്റേഴ്സിൽ എടുക്കുക, എന്നിട്ട് വേസ്റ്റ് സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ ഹൈറ്റ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് 32 ഇഞ്ചാണ് നമ്മുടെ വേസ്റ്റ് എങ്കിൽ ഇറ്റ് ഇസ് അറൗണ്ട് 80 to 83 സെൻറ്റിമീറ്റേഴ്സ് ഡിവൈഡഡ് ബൈ നമ്മുടെ ഹൈറ്റ് 172 ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 172. ഈ റേഷ്യോ 0.5 അടിയിലായിരിക്കണം. 0.5 താഴെയാണെങ്കിൽ അത് നല്ലതാണ്. വേസ്റ്റ് ഹൈറ്റ് റേഷ്യോ 0.5 to 0.6 നമുക്ക് റിസ്ക് കൂടുതലാണ്. 0.6 മുകളിലാണെങ്കിൽ നമുക്ക് പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം ഇതെല്ലാം വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടി നിൽക്കുന്നു. അപ്പോൾ ആ രീതിയിൽ നമുക്കിത് എസ്റ്റിമേറ്റ് ചെയ്യാം. പക്ഷേ അടിസ്ഥാനപരമായി നമ്മൾ സിമ്പിൾ വാല്യൂ നമ്മൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ കീപ് യുവർ വേസ്റ്റ് സർക്കംഫറൻസ് ലെസ് ദാൻ 32 ഇഞ്ച്. അത് നമ്മുടെ ട്രൗസർ സൈസ് എന്താണെന്ന് ആലോചിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഇതിൻ്റെ അകത്ത് വേറെ ഒത്തിരി കോംപ്ലക്സിറ്റീസ് ഉണ്ട്. അതിലേക്ക് ഒരുപാട് പോയാൽ നമുക്ക് പലപ്പോഴും സിമ്പിൾ മെസ്സേജ് നമ്മൾ മിസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വിസറൽ ഒബീസിറ്റി നമ്മൾ അസസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റുകളുണ്ട്. ഡെക്സ ബോൺ ബോഡി ഫാറ്റ് കോമ്പസിഷൻ നമുക്ക് നോക്കാം, MRIയിലൂടെ നോക്കാം. അതൊന്നും പലപ്പോഴും ആവശ്യമില്ല. നമ്മുടെ റിസ്ക് കുറച്ച് നിർത്തണമെങ്കിൽ നമ്മൾ വേസ്റ്റ് സർക്കംഫറൻസ് ലെസ് ദാൻ 80 സെൻറ്റിമീറ്റേഴ്സ് അല്ലെങ്കിൽ ലെസ് ദാൻ 32 ഇഞ്ച് നിർത്തുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും സേഫ് സോണിലായിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫാറ്റ് എന്ന് പറയുന്നത് എല്ലാം ബാഡ് ആണോ, അല്ലെങ്കിൽ ഈസ് ദർ സംതിങ് ലൈക്ക് ഗുഡ് ഫാറ്റ്? അപ്പോൾ ഗുഡ് ഫാറ്റ്, ബാഡ് ഫാറ്റ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ടോ? അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അപ്പോൾ ഈ ഗുഡ് ഫാറ്റും ബാഡ് ഫാറ്റും ഇതിനെക്കുറിച്ച് ഞാനൊന്ന് പറയാം. കാരണം ഇത് വളരെ ഒരു നല്ല കൺസെപ്റ്റാണ്. ഇപ്പോൾ ഗുഡ് ഫാറ്റും ബാഡ് ഫാറ്റ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ആൾക്കാർ കൊളസ്ട്രോളിൻ്റെ ഗുഡ് കൊളസ്ട്രോളും ബാഡ് കൊളസ്ട്രോളിനെ കുറിച്ചൊക്കെ ആലോചിക്കും. പക്ഷേ ഇവിടെ അതല്ല നമ്മൾ സംസാരിക്കുന്നത്. വൈറ്റ് ഫാറ്റും ഉണ്ട്, വൈറ്റ് അഡിപ്പോസ് ടിഷ്യൂ അല്ലെങ്കിൽ വൈറ്റ് ഫാറ്റും ഉണ്ട്, ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂ അല്ലെങ്കിൽ ബ്രൗൺ ഫാറ്റും ഉണ്ട്. ഇതിനകത്ത് വൈറ്റ് ഫാറ്റ് ആണ് ശരിക്കും നമുക്ക് പ്രശ്നമുണ്ടാക്കുന്ന ഫാറ്റ്. അതിൽ നിന്നാണ് ഈ പ്രോബ്ലമുള്ള സൈറ്റോകൈൻസ്, കെമിക്കൽസ് ഇതെല്ലാം റിലീസ് ചെയ്യുന്നത്. ഈ ഫാറ്റാണ് നമ്മുടെ വിസറൽ ഫാറ്റ് എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ ഓർഗൻസിൻ്റെ ചുറ്റും നിൽക്കുക, അല്ലെങ്കിൽ മസിലിൻ്റെ അകത്തിരിക്കുക, അല്ലെങ്കിൽ ലിവറിൻ്റെ അകത്തിരിക്കുക, ഇതെല്ലാമാണ് വൈറ്റ് ഫാറ്റിൻ്റെ ഒരു ലൊക്കേഷൻ. അതുപോലെ തന്നെ സ്കിന്നിൻ്റെ അടിയിലും എല്ലാം വൈറ്റ് ഫാറ്റ് ഉണ്ടാകും. ഇത് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ കാലറി കുറച്ചെടുക്കുകയും വേറെ ട്രീറ്റ്മെൻറ്റ്സിലൂടെ നമ്മൾ ഈ വൈറ്റ് ഫാറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതേസമയം നമ്മുടെ ബോഡിയിൽ ഒരു നല്ല ഫാറ്റ് ഉണ്ട്, അതിനെ നമ്മൾ ബ്രൗൺ ഫാറ്റ് എന്നാണ് പറയുന്നത്. അത് സാധാരണ കാണുന്നത് നമ്മുടെ അപ്പർ ചെസ്റ്റിൽ, അപ്പർ സൈഡ് ഓഫ് ബാക്ക്, നമ്മുടെ നെക്ക്, നമ്മുടെ കോളർ ബോൺസിൻ്റെ അവിടെയൊക്കെയുള്ള ഫാറ്റാണ് ഈ ബ്രൗൺ അഡിപ്പോസ് ടിഷ്യൂ അല്ലെങ്കിൽ ബ്രൗൺ ഫാറ്റ് എന്ന് പറയുന്നത്. ഈ ബ്രൗൺ ഫാറ്റ് ആക്ച്വലി നമുക്ക് നല്ലതാണ്. അത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടും, നമുക്ക് അസുഖങ്ങൾ വരുന്നതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതിൻ്റെ അകത്ത് കൂടുതൽ ഫാറ്റിൽ നിന്ന് ഉണ്ടാകുന്ന വിരളമായ നല്ല ഒരു ഹോർമോണാണ് അഡിപ്പോനെക്റ്റിൻ. ഈ അഡിപ്പോനെക്റ്റിൻ കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു ഫാറ്റാണ് നമ്മുടെ ഈ ബ്രൗൺ ഫാറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ബ്രൗൺ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് കൊണ്ട് നമുക്ക് നല്ലതാണ്. ഒരർത്ഥത്തിൽ അത് ഗുഡ് ഫാറ്റ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ഈ വൈറ്റ് ഫാറ്റിനും ബ്രൗൺ ഫാറ്റുമായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുമോ? അതിന് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇനിയിപ്പോൾ ഇവിടെ ഒരു വലിയ ചോദ്യം, ഹൗ ക്യാൻ വി കൺവേർട്ട് വൈറ്റ് ഫാറ്റ് ഇൻ ടു ബ്രൗൺ ഫാറ്റ്, അല്ലെങ്കിൽ ബ്രൗണിങ് ഓഫ് ഫാറ്റ് പോസിബിൾ ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഹൈപ്പോതെറ്റിക്കലി അത് പോസിബിൾ ആണ്. അതിന് ചില ടെക്നിക്സ്, പ്രാക്ടിക്കൽ ടിപ്സ് പറയാറുണ്ട്. ഒന്ന് എയ്റോബിക് എക്സസൈസസ്, വാക്കിംഗ്, സ്വിമ്മിങ്, ജോഗിങ്, ഇതെല്ലാം വളരെ യൂസ്ഫുൾ ആണ് നമ്മുടെ വൈറ്റ് ഫാറ്റ് കൂടുതലും ബ്രൗൺ ഫാറ്റിലേക്ക് മാറ്റാനായിട്ട്. 2, സ്വിമ്മിങ്, എസ്പെഷ്യലി കോൾഡ് വാട്ടർ സ്വിമ്മിങ്, തണുത്ത വെള്ളത്തിൽ നീന്തുന്നത് ഈ ബ്രൗൺ ഫാറ്റ് സ്റ്റിമുലേറ്റ് ചെയ്യാനും ആക്ടിവേറ്റ് ചെയ്യാനും നല്ലതാണെന്നാണ് പലപ്പോഴും പല പഠനങ്ങളിലും നമുക്ക് മനസ്സിലാവുന്നത്. 3, റെസിസ്റ്റൻസ് ട്രെയിനിങ്, നമ്മൾ വെയ്റ്റ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രെയിനിങ്. 4, നമുക്ക് ഈ എക്സസൈസിൽ തന്നെ ജപ്പനീസ് വാക്കിംഗ് എന്ന് പറയും.
ജപ്പനീസ് വാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് നടക്കുക, പിന്നെ കുറച്ച് സ്ലോ ആയിട്ട് നടക്കുക, പിന്നെയും വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുക, അത് കഴിഞ്ഞ് സ്ലോ ആയിട്ട് നടക്കുക. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് എന്നും വേണമെങ്കിൽ ഇതിനെ പറയാം. അപ്പോൾ ഈ ജപ്പനീസ് വാക്കിങ്ങും ഈ ബ്രൗണിങ് ഓഫ് ഫാറ്റിന് ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത്. പിന്നെ ചില നമ്മുടെ നോർമൽ ഫുഡ് സ്റ്റഫ്സിൽ, നമ്മുടെ ഇന്ത്യൻ ഫുഡ് സ്റ്റഫ്സിൽ എടുക്കുന്ന ചില കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ചില്ലീസിലുള്ള കപ്സൈസിൻ, അതുപോലെ തന്നെ കുർക്കുമിൻ, ഗ്രീൻ ടീ, അതുപോലെ തന്നെ ഓയിലി ഫിഷ്, ഇതെല്ലാം ഇൻ ടേംസ് ഓഫ് ഫുഡ് സ്റ്റഫ്സ് ഡെഫിനറ്റ്ലി നമ്മുടെ ഈ ബ്രൗണിങ് ഓഫ് ഫാറ്റിന് ഹെൽപ്പ് ചെയ്യും. അതേസമയം നമ്മുടെ ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ഡയറ്റിലേക്ക് പോയാൽ തീർച്ചയായിട്ടും അതിന് പ്രതികൂലമായ ഒരു എഫക്റ്റാണ്. എന്താ വെച്ചാൽ ഓവർ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സ്, ഹെവിലി പ്രോസസ്ഡ് ജങ്ക് ഫുഡ്സ്, ഇതെല്ലാം നേരെ തിരിച്ചുള്ള ഒരു എഫക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഹെൽപ്ഫുൾ ആയിട്ടുള്ള എക്സസൈസസിലൂടെയും ഈ ഡയറ്റിലുള്ള മോഡിഫിക്കേഷൻസിലൂടെയും ഒരു പരിധി വരെ നമുക്ക് ബാഡ് ഫാറ്റിനെ ഗുഡ് ഫാറ്റാക്കി നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യാനും അതിലൂടെ നമുക്ക് ഈ ബാഡ് ഫാറ്റിൽ നിന്ന് വരുന്ന പ്രതികൂലമായ ശരീരത്തിന് മുകളിലുള്ള മെറ്റബോളിക് എഫക്ട്സും ജീവിതശൈലി രോഗങ്ങളെയും നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും.